ഇപ്പോൾ നല്ല മൂവിങ്ങുള്ള കൺട്രിയാണ്. കൂടുതൽ സ്റ്റുഡൻസ് അവിടെ നല്ല യൂണിവേഴ്സിറ്റീസിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ഞാൻ എടുത്ത് നോക്കുമ്പോഴും അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. സോ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഓപ്ഷനാണ് ഓസ്ട്രിയ മെയിൻലി ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയും. ഞാൻ ഇതിന് മുന്നേ ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് റിജക്ഷൻ ആയിരുന്നു. അവിടുത്തെ പ്രോപ്പറായിട്ടുള്ളൊരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നം കാരണം എനിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ആ ഒരു പ്രോബ്ലം എനിക്ക് വന്നില്ല. പോണേക്കാട്ട് 2-3 ദിവസം മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എൻ്റെ പേപ്പർ വർക്കുകളായാലും എല്ലാ കാര്യങ്ങളായാലും അവർ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരോമലാണ്. ആരോമൽ ഇപ്പോൾ കറൻ്റ്ലി ഓസ്ട്രിയയിൽ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിസ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ് ആരോമൽ ആൻഡ് വെൽക്കം ടു ടുഡേ സെഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആരോമലിൻ്റെ ഓസ്ട്രിയയിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റയർ പ്രോസസ്സിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരോമലിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആരോമൽ നമുക്കൊരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഹായ്, എൻ്റെ പേര് ആരോമൽ. എൻ്റെ വീട് വരുന്നത് മുപ്പിളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ ബികോം കഴിഞ്ഞിരിക്കുന്നതാണ്. ദെൻ എനിക്കൊരു സജഷൻ കിട്ടി അബ്രോഡ് സ്റ്റഡി ചെയ്യാന്നുള്ളൊരു ടോട്ടൽ. എനിക്ക് പിങ്മിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി സജഷൻ കിട്ടി. അങ്ങനെ ഞാനിവിടെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. സോ ആരോമലിന് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ തോട്ട് വന്നു. അപ്പോൾ പുറത്തേക്ക് പോയി പഠിക്കാമെന്ന് നമ്മൾ ഒരു തോട്ട് വന്നപ്പോൾ തന്നെ പല പല രാജ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നല്ലാത്തതിൽ നിന്നും ഓസ്ട്രിയ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്നത് UK, കാനഡ പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഓസ്ട്രിയക്ക് അതിനെ അപേക്ഷിച്ച് നമുക്ക് ട്യൂഷൻ ഫീസും കാര്യങ്ങളും കുറച്ചൊന്നും വരുന്നുള്ളൂ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്യൂഷൻ ഫീസ് കുറവാണ്. നമുക്ക് നല്ല രീതിയിൽ നല്ല യൂണിവേഴ്സിറ്റി, ഹൈലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. സോ IBS എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിക്കാണ്, ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ. അപ്പോൾ അത് കുറച്ച് വേൾഡ് റാങ്കിങ്ങിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രിയ സെലക്ട് ചെയ്തത്. പിന്നെ നല്ല പ്ലേസാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡും കോസ്റ്റും നമുക്ക് കുറവാണ് അവിടെ. സോ അതുകൊണ്ടാണ് ഓസ്ട്രിയ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയ മനസ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും ആരോമലിന് ഓൾറെഡി വേറെ കുറേ കൺസൾട്ടൻസിനെ ആരോമൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെവറൽ കൺസൾട്ടൻസിയിൽ നിന്ന് എങ്ങനെയാണ് പിങ്മിയിലേക്ക് എത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പിങ്മി സജസ്റ്റ് ചെയ്തത്. ആളുടെ ഒരു ഫ്രണ്ട് വഴി, ആളുടെ ഫ്രണ്ട്സൊക്കെ ഇതുവഴി സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവിലാണ് ഞാൻ കൊടുത്തത്. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇൻട്രസ്റ്റഡായി. ഞാനിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ പിങ്മി ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി സജഷൻ കിട്ടിയതാണ്. സോ വൺസ് നമ്മൾ ആരോമൽ പിങ്മി ഫൈനലൈസ് ചെയ്തു. അപ്പോൾ വൺസ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? യെസ് ഷെയർ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം തന്നെ എനിക്ക് ആദ്യം വന്നത് വിവേക് സാറിനെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വഴിയാണ് ശരണ്യ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ്, പിങ്മിത്തെ ഒരു സ്റ്റാഫിനെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്ത് ആൾ ത്രൂ ആണ് എനിക്ക് സജഷൻസും കൂടുതൽ കിട്ടിയത്. സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആൾ നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് സജഷൻസ് തന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് ഓസ്ട്രേലിയ മെയിനായിട്ടുള്ളത്, അപ്പോൾ IBSൻ്റെ പ്രത്യേകത, IBSൽ ചേർന്നുള്ള പ്രത്യേകതകൾ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വരും, എത്ര ഫണ്ടിങ് വരും, എന്തൊക്കെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് ഒരു ഐഡിയ ആളുടെ ഒരു ടോട്ടൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ സ്റ്റേജ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ ലെറ്ററിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ത്രൂ എനിക്കിത് പാസ്സാവാനും എനിക്ക് ഓഫർ ലെറ്ററും അതിനോടനുബന്ധിച്ച് വന്നു. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് ഓരോന്നിലേക്ക് നമ്മൾ കടന്നു. അതിലേക്ക് ഇപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഫണ്ട് നമ്മളിപ്പോൾ ബാലൻസ് കാണിക്കാനായിട്ടാണെങ്കിലും ടോട്ടലി പേപ്പർ വർക്കുകൾ ഏതൊക്കെ വേണം, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ അക്കോമഡേഷനായാലും ഫണ്ട് ബാലൻസ് കാണിക്കുമ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ജസ്നി എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ട്, ആളും ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടൊരു മാഡം. ഇവർ രണ്ടുപേരാണ്. അവർ നല്ല രീതിയിൽ എനിക്ക് ഫുൾ സപ്പോർട്ടീവിൽ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഓസ്ട്രേലിയൻ എംബസിയിൽ എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണേക്കാട്ട് 2-3 ദിവസം മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വന്ന് കളക്ട് ചെയ്ത് ഞാൻ എംബസിയിൽ നമ്മൾ ഡയറക്റ്റ് പോകണം. കാരണം വെച്ചാൽ ഓസ്ട്രേലിയയുടെ വിസാസ് ആദ്യം പ്രൊസീജിയർ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ എംബസിയിലാണ്. സോ എംബസി പോയിട്ട് അവിടെ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു.
പിന്നീട് നമുക്ക് നാട്ടിൽ വന്നു. പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ വന്നു, മീൻസ് വിസ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെയിൽ വന്നു. ദെൻ നമുക്കിവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു VFS സെൻറ്ററിൽ അതത് വാക്കിംഗ് അങ്ങനെയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്ന് അറ്റൻഡ് ചെയ്യാവുന്നൊരു റിട്ടേൺ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം പോയി അറ്റൻഡ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് വിസ വന്നു. വിസ വന്നപ്പോൾ ഓഫ് കോഴ്സ് നല്ല ഹാപ്പി, സെറ്റായിരുന്നു, സന്തോഷമായിരുന്നു. ഇതാണ് ആക്ച്വലി പ്രോസസ്സ്. ഇതാണ് അത്രയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടൈം മീൻസ് ഒരു 6 മന്ത്സിനുള്ളിൽ നമുക്കെല്ലാം ഡൺ ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമുക്കിപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് ഈ പുറത്തേക്ക് പോയി പഠിക്കുന്ന ഒരു ഡ്രീം ആയിട്ടുള്ളവർ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻ നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും ആരോമലിന് സജഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാവുക? മെയിൻലി സജഷൻ കൊടുക്കാനുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നല്ലൊരു കൺട്രിയാണ്. ഞാൻ മെയിൻലി കറൻ്റ്ലി ഇപ്പോൾ നല്ല മൂവിങ് ഉള്ള കൺട്രിയാണ്. കൂടുതൽ സ്റ്റുഡൻസ് അവിടെ നല്ല യൂണിവേഴ്സിറ്റീസിൽ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ഞാൻ എടുത്ത് നോക്കുമ്പോഴും അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. സോ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഓപ്ഷനാണ് ഓസ്ട്രേലിയ മെയിൻലി ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയും. കാരണം എനിക്ക് അതിൻ്റെ എല്ലാം പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആൻഡ് എഫിഷ്യൻ്റ് ആ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ. സോ നമുക്കപ്പോൾ എന്തായാലും ഈ സ്റ്റഡി അബ്രോഡ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ എൻ്റയർ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഒരു ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി 2-3 ഏജൻസി, 2-3 എൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 ഡിഗ്രി കഴിഞ്ഞോടുകൂടി ഞാൻ ഈ ഒരു എബ്രോഡ് നോക്കേണ്ട ഇതിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ടുള്ളൊരു ഏജൻസീനെ എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് റിജക്ഷൻ ആയിരുന്നു. അവിടുത്തെ പ്രോപ്പറായിട്ടുള്ളൊരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നം കാരണം എനിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ആ ഒരു പ്രോബ്ലം എനിക്ക് വന്നില്ല. മെയിൻലി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എൻ്റെ പേപ്പർ വർക്കുകളായാലും എല്ലാ കാര്യങ്ങളായാലും അവർ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ജേണി എനിക്ക് ശരിക്കും ഹെൽപ്ഫുള്ളാണ്. പിന്നെ എനിക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി വിവേക് സാറും പിന്നെ ആ ക്രൂ ആൻഡ് സപ്പോർട്ട് ചെയ്ത മെമ്പേഴ്സ്, സ്റ്റാഫ് ആൻഡ് ക്രൂസ് ആയാലും അടിപൊളിയാണ്. പിന്നെ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളും കൂടുതൽ ഞാൻ പിഗ്മിനെ മോഡൽ സപ്പോർട്ട് ചെയ്യും. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ആയത് പിഗ്മിയിലൂടെയാണ്. സോ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴത്തേക്കാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഈ ക്ലാസ്സസ് തുടങ്ങുന്നത്? ക്ലാസ്സസ് ഇപ്പോൾ ഓൾറെഡി എൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു മാർച്ച് 16 ഇപ്പോൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്, ഫ്ലൈറ്റ് ടിക്കറ്റ്. സോ നേരിട്ട് അവിടെ ചെന്നിട്ട് ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആരോമൽ 6th പോവും. അപ്പോൾ ആരോമലിൻ്റെ മാസ്റ്റേഴ്സ് തന്നെ ഡ്രീം അച്ചീവ് ചെയ്തതിനും പിന്നെ ഒരു ഫ്യൂച്ചർ സ്റ്റഡീസും അതേപോലെ തന്നെ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പിഗ്മി ടീമിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബെസ്റ്റ് വിഷസ്. താങ്ക് യു.